Two stories about flying. ഈ ഒരു ചാപ്റ്ററിൽ 2 സ്റ്റോറീസ് ആണുള്ളത്. ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്, ബ്ലാക്ക് എയ്റോപ്ലെയിൻ. സോ പാർട്ട് 1 ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഒരു സീഗളിൻ്റെ കഥയാണ്. അതായത് യങ് സീഗൾ, കടൽ കാക്ക. ആ സീഗളിന് പറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അനിയത്തിമാരും അനിയന്മാരും എല്ലാവരും പറന്നു കഴിഞ്ഞു. പക്ഷേ ഇതിന് മാത്രം പറക്കാൻ പറ്റുന്നില്ല. ഈ പറക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ അതിനെ വല്ലാണ്ട് കളിയാക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം അതിൻ്റെ അമ്മ എന്തോ ചെയ്തു. ഒരു ട്രിക്ക് ഉപയോഗിച്ചപ്പോൾ ഈ സീഗൾ അതുപോലും അറിയാതെ അത് പറന്നു. അതാണ് ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. സോ ലെറ്റ് us begin. The young seagull was alone on his ledge. His 2 brothers and his sisters had already flown away the day before. സോ ഈ ഒരു കാര്യം ഒരു ദിവസം മുന്നേ നടന്ന കുറച്ച് സംഭവങ്ങളാണ് ആദ്യത്തെ ഈ പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ ഈ യങ് സീഗൾ അതിൻ്റെ ലെഡ്ജിൽ ഒറ്റയ്ക്കായിരുന്നു. ലെഡ്ജ് എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, ഈ ഒരു കേസിൽ മൗണ്ടെയിൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മൗണ്ടെയിൻ്റെ മുകളിലുള്ള ഒരു ഹൊറിസോണ്ടൽ, അതായത് ഒരു പ്ലെയിൻ ഏരിയ പോലത്തെ ഒരു ഏരിയ ആണ്. ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലത്തെ ഒരു സംഭവമാണ് ലെഡ്ജ് എന്ന് പറയുന്നത്. His 2 brothers and his sisters had already flown away the day before. He had been afraid to fly with them. അപ്പോൾ അതിൻ്റെ അനിയത്തിമാരും അനിയന്മാരൊക്കെ ഒരു ദിവസം മുന്നേ ഓൾറെഡി പറന്നു കഴിഞ്ഞു. പക്ഷെ അവരുടെ കൂടെ പറക്കാൻ ഈ ഒരു കാക്കയ്ക്ക് പേടിയായിരുന്നു. Somehow when he had taken a little run forward to the brink of the ledge and attempted to flap his wings, he became afraid. എങ്ങനെയൊക്കെയോ കുറച്ച് ഓടി ആ ലെഡ്ജിൻ്റെ, ബ്രിഡിങ് എന്ന് പറയുന്ന വാക്ക് എഡ്ജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ആ ലെഡ്ജിൻ്റെ അവസാനം എത്തിയിട്ട് പറക്കാൻ നോക്കിയപ്പോൾ അതിന് വളരെ പേടിയായിപ്പോയി. അതോടുകൂടെ അത് പറക്കാൻ ശ്രമിക്കുന്നത് നിർത്തി. The great expanse of sea stretched down beneath and it was such a long way down, miles down. അപ്പോൾ പറക്കാൻ നോക്കുന്ന സമയത്ത് താഴെ ഇങ്ങനെ പരന്ന് കിടക്കുന്ന കടൽ അത് കണ്ടു. അതിങ്ങനെ മൈൽസ് ഡൗൺ, അതായത് കുറേ ദൂരം താഴെ ഇങ്ങനെ കടൽ ഇങ്ങനെ പരന്ന് കിടക്കുമായിരുന്നു. ഇത് കണ്ടപ്പോൾ ആ ഒരു കാക്കയ്ക്ക് വളരെയധികം പേടി തോന്നി. സീഗളിന് വളരെയധികം പേടി തോന്നി. He felt certain that his wings would never support him. So he bent his head and ran away back to the little hole under the ledge where he slept at night. കടൽ കണ്ടിട്ട് ഈ സീഗളിന് വളരെയധികം പേടി തോന്നി. അതിനുറപ്പായിരുന്നു അതിനൊരിക്കലും പറക്കാൻ പറ്റില്ല എന്ന്, അതിൻ്റെ വിങ്സ് അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് അതിനുറപ്പായിരുന്നു. അതോ തല താഴ്ത്തി പിടിച്ച് അത് ഉറങ്ങുന്ന സ്ഥലത്തേക്ക്, അതായത് ആ ലെഡ്ജിൻ്റെ ഒരു ലിറ്റിൽ ഹോൾ ഉണ്ടായിരുന്നു, അവിടെ പോയി അത് ഒളിച്ചിരുന്നു. Even when each of his brothers and his little sisters, whose wings were far shorter than his own, ran to the brink, flapped their wings and flew away. അതായത് അതിൻ്റെ അനിയത്തിമാരും അനിയന്മാരൊക്കെ അവരുടെ വിങ്സ് ഈ സീഗളിനെക്കാട്ടി ചെറുതാണ്. പക്ഷെ അവരൊക്കെ ആ ബ്രിങ്കിൻ്റെ എഡ്ജിലോട്ട് ഓടിപ്പോയി അവിടെ നിന്ന് അവരുടെ വിങ്സ് ഫ്ലാപ്പ് ചെയ്ത് അവരൊക്കെ പറന്നു. He failed to muster up courage to take that plunge which appeared to him so desperate. So അവിടെ നിന്ന് പറക്കാൻ അതിന് പറ്റിയില്ല, അതിന് ആ കറേജ് ഉണ്ടായിരുന്നില്ല. His father and mother had come around calling to him shrilly, upbraiding him, threatening to let him starve on his ledge unless he flew away. അതിൻ്റെ അച്ഛനും അമ്മയും അതിൻ്റെ അടുത്ത് വന്ന് ഷ്രില്ലി എന്ന് പറഞ്ഞാൽ ഷാർപ്ലി, വളരെ ഒച്ചയേറിയിട്ട് അതിനെ ചീത്ത പറയാൻ തുടങ്ങി. അവരെ ത്രട്ടൻ ചെയ്തു, അതായത് പറന്നില്ലെങ്കിൽ നീ ഈ ഒരു സ്ഥലത്ത് കിടന്ന് വിശന്നുകൊണ്ട് ചാവും, നിങ്ങൾക്കൊരു ഫുഡും ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഈ ഒരു സീഗളിന് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ, പറക്കാൻ പറ്റിയില്ല. That was 24 hours ago. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഒരു ദിവസം മുന്നെയാണ് നടക്കുന്നത്. Since then, nobody had come near him. The day before, all day long, he had watched his parents flying about with his brothers and sisters, perfecting them in the art of flight, teaching them how to skim the waves and how to dive for fish. So, ഒരു ദിവസം മുന്നേ നടന്ന 24 മണിക്കൂർ മുന്നേ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആ സമയം തൊട്ട് ഇപ്പോൾ വരെ അവൻ്റെ അടുത്ത് ആരും വന്നില്ല, പാരൻസ് ഒന്നും വന്നില്ല. അതിൻ്റെ പാരൻസ് എന്തായിരുന്നു? പാരൻസ് ബിസി ആയിരുന്നു. അതിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സൊക്കെ പറക്കുമായിരുന്നല്ലോ. അപ്പോൾ അവരെ ഒരു പെർഫെക്റ്റ് ആയിട്ട് അവരെ പറക്കാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പാരൻസ്. ഫിഷിനെ ക്യാച്ച് ചെയ്യാനും പറക്കാനും ഒക്കെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. He had in fact seen his older brother catching his first herring and devouring it, standing on rock, while his parents circle around raising a proud cackle. സോ അതിൻ്റെ ബ്രദർ ഒരു ഫിഷ്, ഹെറിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഫിഷിൻ്റെ പേരാണ്. ആ ഫിഷിനെ ക്യാച്ച് ചെയ്ത് ഡെവർ, അതായത് വളരെ ഗ്രീഡിയോടെ അത് കഴിച്ചു. ആ റോക്കിൻ്റെ മുകളിൽ നിന്നിട്ട് വളരെ ഗ്രീഡിയോടെ അതിൻ്റെ ഫസ്റ്റ് ഫിഷ് ക്യാച്ച് ചെയ്തത് അത് കഴിച്ചു. ഈ സമയത്ത് അതിൻ്റെ പാരൻസ് ഈ ഒരു അതിൻ്റെ ബ്രദറിൻ്റെ ചുറ്റും നടന്ന് വളരെ ഹാപ്പി, അതായത് വളരെ പ്രൗഡായിട്ടുള്ള കുറേ നോയ്സസും കുറേ സൗണ്ട്സും ഒക്കെ ഉണ്ടാക്കി. കാക്കിൾ എന്ന് പറഞ്ഞാൽ ലൗഡ് എന്നാണ്. And all the morning the whole family had walked about on the big plateau midway down the opposite cliff, taunting him with his cowardice.
സോ ആ ദിവസം ആ രാവിലെ ആ ഫാമിലിയിലുള്ള എല്ലാവരും നടന്ന് അപ്പുറത്തുള്ളൊരു ബിഗ് പ്ലാറ്റ്യൂവിൻ്റെ അടുത്തേക്ക് പോയി. ഈ ഓപ്പോസിറ്റുള്ളൊരു ബിഗ് പ്ലാറ്റ്യൂവിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷേ ഈ ഒരു സീഗിളിനെ കളിയാക്കി, ടോണ്ടിങ് ഹിമാനെ കളിയാക്കി, അതിന് കറേജ് ഇല്ല എന്ന് പറഞ്ഞിട്ടതിനെ കളിയാക്കി. The sun was now ascending sky, blazing on his sledge that faced south. He felt the heat because he had not eaten since the previous nightfall. സോ സൂര്യൻ ഉദിച്ച് വന്നു. സൂര്യൻ്റെ ലൈറ്റൊക്കെ അവിടെ ഫേസ് ചെയ്തു. ആ ദിവസം ആ സീഗളിന് വളരെയധികം ഒരു ഹീറ്റ് ഫീൽ ചെയ്തിരുന്നു. കാരണം അത് കഴിഞ്ഞ രാത്രി തൊട്ട് ഒന്നും കഴിച്ചിട്ടില്ല. He stepped slowly out to the brink of the ledge and standing on one leg with the other leg hidden under his wing, he closed one eye then the other. So പതുക്കെ ആ ഒരു ലെഡ്ജിൻ്റെ അറ്റത്ത് ചെന്ന് നിന്നിട്ട് ഒരു കാലുമ്മ നിന്ന് മറ്റേ കണ്ണടച്ചിട്ട് ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത്? ആ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ. ആരെങ്കിലും വന്ന് അയ്യോ പാവം സീകൾ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ട്രിക്കായിരുന്നു. And pretended to be falling all asleep. Still, they took no notice of him. He saw his two brothers and his sister lying on the plateau, dozing with their heads sunk into their necks. His father was preening the feathers on his white back. Only his mother was looking at him. അങ്ങനെ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു, വല്ലവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ആരും അതിനെ നോട്ടീസ് ചെയ്തില്ല. അതിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആ പ്ലാറ്റ്യൂവിൻ്റെ മുകളിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഫാദർ അതിൻ്റെ ബോഡിയിലുള്ള ഫെദേഴ്സിനൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു, പ്രീനിങ്, മേക്കിംഗ് എൻ എഫേർട്ട് ടു മെയിൻറ്റെയിൻ ഫെദേഴ്സ്, ക്ലീൻ ചെയ്യായിരുന്നു അതിൻ്റെ ഫെദേഴ്സൊക്കെ. പക്ഷേ അതിൻ്റെ അമ്മ മാത്രം അതിനെ നോക്കി. She was standing on a little high hump on the plateau, her white breast thrust forward. Now and again, she tore at a piece of fish that lay at her feet and then scraped each side of her beak on the rock. അതിൻ്റെ അമ്മ മാത്രം അവിടെ അടുത്തുള്ള ഒരു പ്ലാറ്റ്യൂവിൻ്റെ മുകളിൽ ഒരു ഹമ്പ് പോലുള്ള സ്ഥലത്ത് നിൽക്കുമായിരുന്നു. അതിൻ്റെ ചെസ്റ്റ് ഫ്രണ്ടിലോട്ട് ഫോർവേഡായിരുന്നു. Now and again, she tore at a piece of fish. അതിൻ്റെ കാലിൻ്റെ അടുത്ത് ഒരു പീസ് ഓഫ് ഫിഷ് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഫിഷിനെ കടിച്ചു മുറിച്ച് എന്നിട്ട് അതിൻ്റെ ബീക്ക് റോക്കിൻ്റെ മുകളിൽ ഉരച്ചു. ഒരു സ്ട്രെങ്ത് കിട്ടാൻ, ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട് റോക്കിൻ്റെ മുകളിൽ ഉരച്ചു. The sight of food maddened him. How he loved to tear food that way, scraping his beak now and again to wet it. സോ ആ ഒരു സംഭവം കണ്ടപ്പോൾ ഈ സീകളിന് വളരെയധികം ഭ്രാന്ത് പോലെ ആയി. കാരണം അതിന് ഫുഡ് അവിടെ കിടക്കുന്ന അത്രയും വിശന്നിട്ടാണ് ആ സീകൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഫുഡ് കണ്ടപ്പോൾ അതിനൊരു മാഡ്നെസ് പോലെ വന്നു. ഈ സീകളിന് ഇഷ്ടമായിരുന്നു ഫിഷിനെ അമ്മ ചെയ്യുന്നത് പോലെ ടിയർ ചെയ്യാനും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബീക്ക് ഒന്ന് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി റോക്കും ഉരയ്ക്കാനും ഫിഷിന് ഇഷ്ടമായിരുന്നു. സീകളിന് ഇഷ്ടമായിരുന്നു. Ga, 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 he cried, begging her to bring him some food. Ga, Kula, she screamed back derisively. But he kept calling plaintively, and after a minute or so, he uttered a joyful scream. സോ ഈ ഒരു സീകൾ കരഞ്ഞു. ഫുഡ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഫുഡ് കിട്ടാൻ വേണ്ടി അമ്മയോട് കുറേ കരഞ്ഞു. പക്ഷെ അമ്മ തിരിച്ചൊരു കളിയാക്കുന്ന രീതിയിൽ നീ എന്തായി ചോദിക്കുന്നത്, അങ്ങനത്തെ ഒരു മൂഡിൽ തിരിച്ച് അമ്മ പറഞ്ഞു. പക്ഷെ വിശപ്പ് കാരണം വളരെ സാഡായിട്ട് വീണ്ടും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു സൗണ്ട് സീകൾ ഉണ്ടാക്കി. സോ എന്താ അവിടെ സംഭവിച്ചത്? ഹിസ് മദർ ഹാഡ് പിക്ഡ് അപ്പ് എ പീസ് ഓഫ് ഫിഷ് ആൻഡ് വാസ് ഫ്ലൈയിങ് അക്രോസ് ടു ഹിം വിത്ത് ഇറ്റ്. ഹി ലീൻഡ് ഔട്ട് eagerly, tapping the rocks with his feet, trying to get nearer to her as she flew across. But when she was just opposite to him, she halted, her wings motionless, the piece of fish in her beak almost within the reach of his beak. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു സീകളിൻ്റെ വിഷമത്തിലുള്ള കരച്ചിൽ ഒരു സന്തോഷത്തിൻ്റെ കരച്ചിലായി മാറി. എന്തുകൊണ്ടാണ് അങ്ങനെ സന്തോഷമാവാൻ കാരണം? ആ മദർ ഒരു പീസ് ഓഫ് ഫിഷ് എടുത്തിട്ട് അവിടെ നിന്ന് ഫ്ലൈ ചെയ്തിട്ട് ഈ സീകളിൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ ആ സീകളിൻ്റെ ബീക്കിൻ്റെ അടുത്ത് എത്താനാവണമെങ്കിൽ കുറച്ച് മുന്നേ അവളെ വെച്ച് നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. അതിന് ശേഷം പറന്നില്ല. ആ പീസ് ഓഫ് ഫിഷ് അതിൻ്റെ ബീക്കിലാണ്, അതായത് അമ്മയുടെ ബീക്കിലായിരുന്നു ആ പീസ് ഓഫ് ഫിഷ്. കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ആ സീകളുടെ ബീക്കിലെത്തും. പക്ഷേ അതുവരെ അത് പോയില്ല, അത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടു. അതിൻ്റെ ശേഷം അത് പറന്നില്ല, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. He waited a moment in surprise, wondering why she did not come nearer, and then maddened by hunger, he dived at the fish. കുറച്ച് നേരം അത് സർപ്രൈസ് ആയിട്ട് ആ സീകൾ അവിടെ നിന്ന്, എന്തുകൊണ്ട് അമ്മ ഭക്ഷണം തരാത്തത്, അമ്മ എന്തുകൊണ്ട് അവിടെ നിന്ന് പോയെന്ന് വിചാരിച്ചിട്ട് സീകൾ കുറച്ച് നേരം അവിടെ നിന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഫുഡ് അവിടെ നിൽക്കണ വിശന്നിട്ട് ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചാടി.
With a loud scream, he fell outwards and downwards into space. Then a monstrous terror seized him and his heart stood still. So എന്തുണ്ടായി, അത് ചാടിയപ്പോൾ അത് പറക്കാൻ കഴിയില്ല, എനിക്ക് പറക്കാൻ കഴിയില്ല എന്നത് ആലോചിച്ചില്ല. ആ ഫിഷ്, ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ചാടിയപ്പോൾ ഒരു വലിയ ഒച്ച നിലവിളിയൊക്കെ അതുണ്ടാക്കി. അത് കഴിഞ്ഞത് താഴേക്കും മുകളിലോട്ടും പോകുന്നത് പോലെ ഇങ്ങനെ എയറിലോട്ട് വീഴുന്നത് പോലെ അതിന് തോന്നി. Then a monstrous terror seized him. അതായത് ഒരു ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പേടി അതിൻ്റെ ഉള്ളിൽ നിന്ന് വന്നു. His heart stood still. He could hear nothing. ഒന്നും അതിന് കേൾക്കാൻ പറ്റില്ല. But it only lasted a minute. The next moment he felt his wings spread outwards. The wind rushed against his breast feathers and then under his stomach and against his wings. സോ ഒരു നിമിഷത്തേക്ക് അതിനാകെ ടെൻഷനായി, ആദ്യം പേടിച്ചു. പക്ഷേ ഒരു മിനിറ്റ് മാത്രമായിരുന്നു അതുണ്ടായിരുന്നത്. അടുത്ത മൂമെൻറ്റ് തൊട്ടിട്ട് അതിൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്യുന്നതിന് ഫീൽ ചെയ്യാൻ പറ്റി. വിങ്സ് ഇതുപോലെ ഫ്ലൈ ചെയ്യുന്നത് പോലെ അതിനെ ഫീൽ ചെയ്തു. കാറ്റൊക്കെ അതിൻ്റെ ചെസ്റ്റിലും അതിൻ്റെ സ്റ്റൊമക്കിലൊക്കെ വന്ന് ഹിറ്റ് ചെയ്യുന്നത് പോലെ അതിനെ തോന്നി. ഹി കുഡ് ഫീൽ ദ ടിപ്സ് ഓഫ് ഹിസ് വിങ്സ് കട്ടിംഗ് ത്രൂ ദ എയർ. ഹി വാസ് നോട്ട് ഫോളിംഗ് ഹെഡ് ലോങ് നൗ. He was soaring gradually downwards and outwards. അങ്ങനെ പതുക്കെ ഫ്ലൈയിങ് ഹൈ ഇൻ ദ എയർ. പതുക്കെ അത് വളരെ ഉയരത്തിലോട്ട് പറക്കാൻ തുടങ്ങി. He was no longer afraid. He just felt a bit dizzy. സോ അത് പതുക്കെ ആകാശത്തേക്ക് പറക്കാൻ തുടങ്ങി. പക്ഷെ അതിന് കുറച്ചൊരു തലകറക്കം പോലെ തുടങ്ങി. ആദ്യമായിട്ട് പറക്കുന്നതല്ലേ, അതുകൊണ്ടൊരു തലകറക്കമൊക്കെ തോന്നി. Then he flapped his wing once again and he soared upwards. Ga 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 ga. Gakula, his mother swooped past him. So the സന്തോഷം കൊണ്ട് ഗാഗ എന്നൊക്കെ കരഞ്ഞു. സോ ചെറുതായിട്ടൊരു പേടിയുള്ളത് കൊണ്ട് അതിൻ്റെ അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീഗളിൻ്റെ അടുത്ത് കൂടെ പറന്നു. Her wings making a loud noise, he answered her with another scream. സോ അമ്മയ്ക്ക് തൻ്റെ മകൻ പറന്ന സന്തോഷത്തിൽ അമ്മ കുറേ സന്തോഷം കൊണ്ട് സൗണ്ട് ഉണ്ടാക്കി. സോ ഈ ഒരു സീഗൾ അതിന് തിരിച്ച് മറുപടിയായിട്ട് അതും ഉറക്കെ സ്ക്രീം ചെയ്തു. Then his father flew over him screaming. He saw his two brothers and his sisters flying around him, curveting and banging and soaring and diving. സോ അതിൻ്റെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും കുതിര ചാടുന്നത് പോലെ, കർവറ്റിംഗ് ലീപ്പിംഗ് ലൈക്ക് എ ഹോഴ്സ്, കുതിരകൾ ചാടുന്നത് പോലെ അതിൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും ആ സീകൾ പറന്ന് സന്തോഷം കാണിക്കാൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഒരുമിച്ച് പറന്നു. Then he completely forgot that he had not always been able to fly and commended himself to dive and soar and curve, shrieking shrilly. അതുകൊണ്ട് അങ്ങനെ പറന്നു കഴിഞ്ഞതിന് ശേഷം അതിന് മറന്നുപോയി. എനിക്ക് മുന്നേ പറക്കാൻ പറ്റാത്തതൊന്നും ആ സീകൾ മറന്നുപോയി. അതിനുശേഷം അത് വളരെ ഹൈ പിച്ച് ഷ്രില്ലി എന്ന് പറഞ്ഞാൽ ഷ്രീക്കിംഗ് കിളികൾ കരയുന്ന ഒരു ഹൈ പിച്ച് സൗണ്ട് ഉണ്ടാക്കി അതിങ്ങനെ പറക്കാൻ തുടങ്ങി. He was near the sea now, flying straight over it, facing straight out over the ocean. സോ കടലിൻ്റെ അടുത്ത് എത്തിയത്, അവിടെ കടലിൻ്റെ നേരെയായിരുന്നു, അത് ഓഷൻ്റെ നേരെ അത് പറന്നു. He saw a vast green sea beneath him. ഒരു വാസ്റ്റ് ഗ്രീൻ സീ beneath him കണ്ടു, അടിയിൽ കണ്ടു. സോ ഗ്രീൻ സീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നേച്ചർ, ആ ലാൻഡ്സ്കേപ്പ് കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. With little ridges moving over it, and he turned his beak sideways and cawed amusedly. അടുത്ത ചെറിയ റിഡ്ജസ് എന്ന് പറഞ്ഞാൽ ഹില്ല് പോലെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. ആൻഡ് ഹി ടേൺ ഹിസ് ബീക്ക് സൈഡ്വേസ് ആൻഡ് കോഡ് അമ്യൂസ്ഡ്ലി. ആൻഡ് അതിൻ്റെ ബീക്ക് സൈഡിലോട്ടൊക്കെ നോക്കി കോഡ് അമ്യൂസ്ഡ്ലി. കോഡ് എന്ന് പറഞ്ഞാൽ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കി. ഹാപ്പിനെസ്, അമ്യൂസ്ഡ്ലി, ആ ഒരു വേൾഡ് കണ്ടതിൻ്റെ സന്തോഷം അത് എന്ന് പറഞ്ഞ സൗണ്ട് യൂസ് ചെയ്തിട്ട് അത് അറിയിച്ചു. His parents and his brothers and sisters had landed on this green flooring ahead of him. They were beckoning to him, calling shrilly. He dropped his leg to stand on the green sea. His leg sank into it. So then the parents and brothers and sisters ഒക്കെ ഈ ഗ്രീൻ ഫ്ലോറിൻ്റെ മുന്നിലുള്ള ഗ്രീൻ ഫ്ലോറിൻ്റെ അടുത്തേക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അവരെന്നിട്ട് ഇതിനെ വിളിച്ചു, ഈ സീഗിളിനെ വിളിച്ചു. പക്ഷേ ഈ സീഗിൾ എന്ത് ചെയ്തു, അതിൻ്റെ ലെഗ്സ് താഴെ വെച്ച് ആ ഗ്രീൻ സീയിൽ കാല് വെച്ചു. അതിൽ കാല് വെച്ചോടെ കൂടെ അതിൻ്റെ ലെഗ്സ് അതിൽ മുങ്ങിപ്പോയി. ഇങ്ങനെ ഉണ്ടായപ്പോൾ ആ സീകളിന് പേടി തോന്നി. ആ പേടി കാരണം സ്ക്രീം ചെയ്തു. എന്നിട്ട് വീണ്ടും പറക്കാൻ അത് ശ്രമിച്ചു. പക്ഷെ അതിന് പറക്കാൻ പറ്റിയില്ല. ബിക്കോസ് he was tired and weak with hunger and he could not rise, exhausted by the strange exercise. Strange exercise എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ സീകൾ പറക്കുന്നത്. അതാണ് ഈ സ്ട്രേഞ്ച് എക്സസൈസ് എന്ന് പറയുന്നത്. സോ ആദ്യമായിട്ട് പറക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് ടയേർഡായി, അതിന് പറക്കാൻ പറ്റിയില്ല. His feet sank into the green sea and then his belly touched it and he sank no further. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫീറ്റ് ഈ ഗ്രീൻ സീയിലോട്ട് കംപ്ലീറ്റ് ആയിട്ട് മുങ്ങിപ്പോയി. അതിൻ്റെ ബെല്ലി, അതിൻ്റെ വയറിൻ്റെ ആ ഭാഗം അതിനെ ടച്ച് ചെയ്തു. ആൻഡ് ഹീ സാങ്ക് നോ ഫാദർ.
അതിൻ്റെ ശേഷം അത് മുങ്ങിയില്ല. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ്. അതിൻ്റെ മുകളിൽ അത് ഒഴുകി നടന്നു. ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ് പ്രൈസിങ് ഹിം ആൻഡ് ദെയർ ബീക്സ് വർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. ഹി മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഗ്രീൻ സീൻ്റെ മുകളിൽ അത് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങി. അത് പിന്നെ മുങ്ങിയില്ല. സോ അതിൻ്റെ ഫാമിലി ഹാപ്പിനെസ് കാരണം അതിനെ പ്രൈസ് ചെയ്തു. എന്നിട്ട് ഇതിന് സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് അതിന് കൊടുത്തു. ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞ ഫിഷിന് അതിൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ സീഗിൾ അതിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ചെയ്തു. സോ ഇതായിരുന്നു ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ സ്റ്റോറി. ഈ സ്റ്റോറിയിൽ സീഗിൾ, പേടിച്ച് നടന്നൊരു സീഗിൾ അവസാനം ഒരു ബ്രേവ്, കറേജസ് ആയിട്ട് മാറുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഈ ഒരു സ്റ്റോറിയുടെ തീം എന്ന് പറയുന്നത് ദ ഇമ്പോർട്ടൻസ് ഓഫ് കറേജ് ആൻഡ് ബ്രേവറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. So that is it for the first part. Thank you.